thank the Aura Shikshana for arranging such a webinar, because many people here, especially in Kerala, most of the people are from Kerala. So most of the people are not much aware about what Merchant Navy is and how can you fetch a job in Merchant Navy. So the Aura Shikshana has arranged a webinar, so it's actually helpful for all the participants who are here. Arjun Sajeev, right? Yes, sir. Yeah, Arjun, പറഞ്ഞോളൂ. എന്ത് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം കേട്ടോ. If you have any basic doubts also, please feel free to ask, so that your entire doubts regarding Merchant Navy is cleared. Whatever the best I can tell you, I will clear your doubts. Yeah, sure, sir. I'll ask when I have. Okay. ചോദിച്ചോളൂ. Sir, എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ like how much this field gets affected to one person's social life, like how we can deal with our society and so on. Okay. If you are a very homesick guy, then I won't personally suggest Merchant Navy, because if you are so much of homesick, then you will not enjoy the profession. Because ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമുക്ക് അതിലോടൊരു പാഷൻ ഉണ്ടായിട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അത് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൊസൈറ്റിയിൽ പറയുമ്പോൾ ഓക്കെ, ടു ആൻ എക്സ്റ്റെൻറ്റ് ഇനിഷ്യൽ പീരീഡിൽ ഫ്രണ്ട് സർക്കിൾ ഒക്കെ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ബേസിക്കലി എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, when you go out to the sea, you will be little bit away from your friend circles and your relatives and all these people. But yes, ഇപ്പം ഇന്റർനെറ്റ്സും ഫോണും ഒക്കെ കുറച്ചുകൂടെ പണ്ടത്തെ കാലത്തിനേക്കാളും അവൈലബിൾ ആയതുകൊണ്ട് you will not feel that much problematic. പക്ഷേ to an extent ഒരു ഡിഫറെന്റ് ഫീൽ കിട്ടും. പക്ഷേ as I said, societyയിൽ yes, if you think about your financial security അങ്ങനെയുള്ള ആംഗിൾ നോക്കുവാണെങ്കിൽ it is one of the best profession to join, because by the time your friends earn or fetch a degree in about 3 to 4 years, that time you will be already earning a quite good amount of salary and settle as an officer. So financial security is very good, and that so actually, will help sir, you. So in case of any further clarifications in this regard, if you have any doubts, you can always contact Aura Shikshana. They can also guide you through me or something, whenever, because the main thing is where you are going for your this thing. You should not go and do it in any companies where they will just tell you will get a job, later on you will get stuck. So when you select a company, you have to make sure you research on that company and it's a good company and everything. Yes, sir, I got it. Yeah. Ajit A. Okay, പറഞ്ഞോളൂ അജിത്തെ. സാർ, ഞാനിപ്പോ 10th പഠിക്കുന്നത്. 10th കഴിഞ്ഞിട്ട് ഈ മെർച്ചന്റ് നേവിന് ജോയിൻ ചെയ്യാനുള്ള എക്സാംസോ കോഴ്സസോ അങ്ങനെ എന്തെങ്കിലും? ഓക്കെ അജിത്ത്, 10th കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ ഓഫീസേഴ്സ് റാങ്കിൽ ജോയിൻ ചെയ്യാൻ അജിത്തിന് പറ്റത്തില്ല. ഓഫീസർ റാങ്കിലോട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ദ 12th വിത്ത് PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സോടെ PCM കംപ്ലീറ്റ് ചെയ്തിരിക്കണം 12th. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓഫീസർ റാങ്കിലേക്ക് ഷിപ്പിൽ അപ്ലൈ ചെയ്യാനുള്ള എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. 10th കഴിഞ്ഞിട്ടാണെങ്കിൽ ഷിപ്പിൽ റേറ്റിംഗ്സ് ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, ഓഫീസേഴ്സ് റാങ്കിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ 10th കഴിഞ്ഞിട്ടുള്ളവർക്ക് 2 എക്സാംസ് ആണുള്ളത്. ഒരെണ്ണം ബേസിക്കലി GP റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ CCMC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. CCMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മാരിടൈം കേറ്ററിംഗ്. അതുപോലെ തന്നെ GP റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് റേറ്റിംഗ്. അതായത് നമ്മുടെ ഷിപ്പിൽ ഓഫീസർ റാങ്കിന് താഴെയുള്ള റാങ്ക്സ് ഒക്കെയാണ് GP റേറ്റിംഗ്. അതായത് ഫോർ എക്സാമ്പിൾ ബോസൺ, കേബിൾ ബോഡിഡ് സീമൻ, ഓയിലർ, ഇങ്ങനെ കുറെ റാങ്ക്സ് ഉണ്ട്. ഇവര് ബേസിക്കലി ഷിപ്പിന്റെ മെയിൻ്റനൻസ്, ഷിപ്പ് സ്റ്റിയറിംഗ്, പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ദർ ആർ സോ മെനി അതർ വർക്ക്സ് ഓൺ എ വെസൽ. സോ അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും റേറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ക്വാളിഫിക്കേഷൻ 10th ആണ്. 10th യു ഷുഡ് ഹാവ് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദ മീഡിയം. യു ഷുഡ് ഹാവ് about 60% in English once you pass out 10th, and physics, chemistry, maths, of course we people all do physics, chemistry, maths till 10th, so it's not a problem. So അത് കാണണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. Rahul Satish. Okay, Rahul, please go ahead.
സർ ഇതിപ്പോ 12th പറഞ്ഞു, ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ സിമിലർ പ്രൊസീജിയർ ആണോ അതോ ഇസ് ഡിഫറെന്റ് ആസ് കമ്പയർഡ് ടു 12th? നോ, എഞ്ചിൻ സൈഡ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തവർക്ക് ഷിപ്പിങ്ങിലുള്ള മെയിൻ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ റാങ്ക് ആണ്. ഓക്കെ, കേൾക്കാമോ രാഹുൽ? ഓക്കെ. സോ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീസിനെ അപ്രോച്ച് ചെയ്യാം. സോ യു ഹാവ് കംപ്ലീറ്റഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിപ്പോ പ്യൂർലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ എടുത്തിരിക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ? Yes sir, purely electronics and communication ആണ്. So will there be other training session or like a course with IMU or something like that? No, course with IMU ഇല്ല. നിങ്ങൾക്കൊരു ഈ കമ്പനി, ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിക്കാണെങ്കിൽ കമ്പനിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു 4 months കോഴ്സ് കാണും, ഒരു പ്രീസി കോഴ്സ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിക്വയർമെന്റ് ആണ്. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ COCക്ക് ഒരു എക്സാം ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിക്ക്. ആ എക്സാം നിങ്ങൾ പാസ്സാകും. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസർ ആയിട്ടൊക്കെ ഷിപ്പിൽ ജോയിൻ ചെയ്യാം. കാരണം 4 months ട്രെയിനിങ് നമുക്ക് പ്രീസി ട്രെയിനിങ് മാൻഡേറ്ററി ആണ്. അത് ഏറ്റവും നല്ലത് എക്സാംസ് ഇപ്പം എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീസിൽ അപ്രോച്ച് ചെയ്യുക. ആസ് ഐ ടോൾഡ് ടു വൺ ഓഫ് ദി അതർ ഫ്രണ്ട് ഹിയർ, right round the year they are conducting exams by the companies for electrical officers. So you can approach many of the companies here in India. ഇതുപോലെ ഇലക്ട്രിക്കൽ ഓഫീസേഴ്സ് ആയിട്ട് കയറാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവർ അതിന്റെ ഫോർമാലിറ്റീസ് ചെയ്യും. അതിന് കുറെ അവരുടേതായിട്ടുള്ള കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് കാണും, പിന്നെ ഇന്റർവ്യൂ, പിന്നെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും കാണും. അത് കഴിഞ്ഞതിന് ശേഷം അവർ മെഡിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ they will tell you, okay, you can go for this pre-C training, you know. So then you can complete the training, then they will absorb you automatically after getting your certificate of competency from Government of India. Then you can join that company. Okay, Avin Matthews, working. Sir, mechanical കഴിഞ്ഞവർക്ക് GME mandatory ആണോ? അതെ, GME mandatory ആണ്. അപ്പൊ അത് പഠിക്കേണ്ട സ്ഥലങ്ങൾ എങ്ങനെയാണ് നമുക്കറിയാം? അത് നമുക്ക് പഠിക്കേണ്ട സ്ഥലങ്ങൾ എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെക്കാനിക്കൽ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കമ്പനീസിൽ അപ്രോച്ച് ചെയ്ത് നമുക്ക് കമ്പനീസിന്റെ എക്സാംസ് എഴുതുക. ഫോർ എക്സാമ്പിൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ആംഗ്ലോ ഈസ്റ്റേൺ ആണെങ്കിൽ ആംഗ്ലോ ഈസ്റ്റേൺ ഈസ് കണ്ടക്ടിങ് എക്സാംസ് ഫോർ GME ബാച്ചസ്. സോ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ അവരൊരു സൈക്കോമെട്രിക് ടെസ്റ്റും അത് കഴിഞ്ഞ് നടത്തും. അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങിന് വേണ്ടി സജസ്റ്റ് ചെയ്യും. അപ്പം ആ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞ് പിന്നെ അറിയാലോ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഷിപ്പിൽ പോയിട്ട് ട്രെയിനി ഓഫീസർ കേഡറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഇത്ര നാളത്തെ സെയിലിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ന് നമ്മൾ എക്സാംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് എഴുതി ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ then you can join as an officer, എഞ്ചിനീയർ ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്യാം. സാർ, ഈ കൊച്ചിൻ ഷിപ്പ്യാർഡില്ലേ എല്ലാ കൊല്ലം ഇൻടേക്ക് ഉണ്ടാവാറുണ്ട് GMEയുടെ. അത് എങ്ങനെയാണ് ആ കോഴ്സ് വാലിഡ് ആണോ? അത് പ്ലേസ്മെന്റ് അതൊക്കെ? ഇതിന്റെ പ്രശ്നം എന്നാണ് അറിയോ, അവിനോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പോയി പഠിച്ചാൽ ഷിപ്പിംഗ് കമ്പനീസിൽ പിന്നീട് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇന്ത്യയിലെ എല്ലാ കമ്പനീസും തന്നെ പ്രിഫർ ചെയ്യുന്നത് അവരുടെ എക്സാം പാസ്സാകുക. അവരുടെ എക്സാം പാസ്സായതിനു ശേഷം അവർ ഓൾറെഡി നിങ്ങളെ സെലക്ട് ചെയ്തു, അവരുടെ കമ്പനിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതിന് വേണ്ടി സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത് ഓൺ ബോർഡ് ട്രെയിനിങ്ങും എല്ലാം അവരുടെ കമ്പനിയിൽ തന്നെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയോ ഒക്കെ എക്സാംസ് പോയി എഴുതി അത് പാസ്സായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസിയോടെ വരുമ്പോൾ ആ സെയിം കമ്പനി തന്നെ നിങ്ങളെ എംപ്ലോയ് ചെയ്യും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഫ്രഷേഴ്സിനൊക്കെ ഒത്തിരി, even though there are vacancies, most of the companies prefer their own candidates rather than taking directly from outside. But outside in edukunnunda, it is not that no company is taking. There are companies still taking from outside, from the market. Okay.